തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ചൊവ്വാഴ്ച ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ നിയന്ത്രണം 64,000-ആക്കി പരിമിതപ്പെടുത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ബുധനാഴ്ച 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി അനുമതി നൽകുക. അരവണ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വെർച്വൽ ക്യൂവിൽ 26-ാം തീയതി ഞങ്ങൾ 64,000-ആയി വെർച്വൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതിയാണ് 64,000-ആക്കി ക്രമപ്പെടുത്തി. 26-ന് 27-ന് 70,000-ആണ്. ജനുവരി മുതൽ 80,000 തന്നെയാണ്. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം 80,000 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ 80,000 തന്നെയാണ്. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇന്നലെ 2 ലോഡും ഇന്ന് രാത്രി 2 ലോഡ് വരും. നാളെ രാവിലെ വീണ്ടും 1 ലോഡ് വരും. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന 5 ലക്ഷം ലോഡിൻ്റെ കാര്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷാണ് ചേരുന്നത് സന്നിധാനത്ത് നിന്ന്. രാഹുൽ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ തിരക്ക് നിയന്ത്രണം ചൊവ്വാഴ്ച വരുന്നു. 64,000-ആയി പരിമിതപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച പല ദിവസങ്ങളിലും 1,00,000-നടുത്തായിരുന്നു ഭക്തരുടെ എണ്ണം. അതുകൊണ്ട് തന്നെ ഈ 64,000-മായി വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തുന്നത് സഹായിക്കുമോ? 2, അരവണ വിതരണത്തിലെ പ്രശ്നവും കഴിഞ്ഞ ദിവസം രാഹുൽ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഇക്കാര്യം ഇന്നലെ വൈകിട്ട് തന്നെ പരിഹരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ 5 ടിൻ എന്നതിൽ കൂടുതലായി അരവണ ഭക്തർക്ക് ലഭിച്ചു തുടങ്ങിയോ? ക്രിസ്റ്റീന, മണ്ഡലപൂജയ്ക്ക് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുക. അതുകൊണ്ട് കാര്യമായ തിരക്ക് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏതാണ്ട് 50,000-ത്തിലധികം ആളുകൾ ഇന്ന് തീർത്ഥാടനം നടത്തി കഴിഞ്ഞു. ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങളെല്ലാം അതുപോലെ തന്നെ തുടരുകയാണ്. ഇനി ക്രിസ്റ്റീന ചോദിച്ച 2 കാര്യങ്ങൾ. അതിലൊന്ന്, തങ്കയങ്കി ഘോഷയാത്ര 2ാം ദിനവും പ്രയാണം തുടരുകയാണ്. മറ്റന്നാളായിരിക്കും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശബരിമലയിൽ എത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കായിരിക്കും ഉച്ചയ്ക്ക് ശേഷം നട തുറക്കുക. അന്ന് വെർച്വൽ ക്യൂ ഏതാണ്ട് 64,000-ആയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മണ്ഡലപൂജ നടക്കുന്ന ബുധനാഴ്ച 70,000-ആയും വെർച്വൽ ക്യൂ നിയന്ത്രിച്ചിട്ടുണ്ട്. അത് ഈ തങ്കയങ്കി എത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഭക്തർ ആ തങ്കയങ്കി ഘോഷയാത്രയോടൊപ്പം എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ നിയന്ത്രിച്ചാൽ മാത്രമാണ് ആ ആളുകൾക്ക് കൂടി ഇവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം ബുധനാഴ്ച നെയ്യഭിഷേകം രാവിലെ 9:45 വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സാധാരണ 11:30 വരെ ഉണ്ടാകാറുണ്ട്. അത് മണ്ഡലപൂജ നടക്കുന്നതുകൊണ്ടാണ് ആ സമയം ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, ഈ അപ്പം അരവണ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ശർക്കര എത്താൻ വൈകിയതായിരുന്നു അപ്പം അരവണ വിതരണത്തെ ഒരു പ്രതിസന്ധിയായി മാറിയത്. അത് നിലവിൽ പരിഹരിച്ചിട്ടുണ്ട്. ഇന്നലെ 5 ആയിരുന്നു. 5 ബോട്ടിൽ വെച്ചായിരുന്നു ഒരു തീർത്ഥാടകന് നൽകിയിരുന്നത്. ഇന്നത് 10-ആയി ഉയർത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും 10 വീതം അരവണ ബോട്ടിലുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം ശർക്കര പ്രതിസന്ധി പരിഹരിക്കാനായി 50 ലക്ഷം കിലോ ശർക്കര ടെൻഡർ നൽകാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിലും അപ്പം അരവണ വിതരണത്തെ ഇത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മളൊപ്പം ചില തീർത്ഥാടകർ കൂടി ചേരുന്നുണ്ട്. ഇവർ 18 മണിക്കൂർ വരെ ക്യൂ നിന്നു എന്നാണ് പറയുന്നത്. അവരോട് തന്നെ ചില കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തീർത്ഥാടനം? കുഴപ്പമില്ല. അന്നദാനം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പമ്പയിൽ നിന്ന് ഒരു പോലീസുകാരനോട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവര് ഈ ലാസ്റ്റത്തെ കെട്ടിലിട്ടിട്ട് പെട്ടെന്ന് തുറക്കുകയാണ്. അപ്പോൾ അവർ ഫോണുമീൻ കളിച്ചിട്ട് ഇങ്ങനെ ഗേറ്റിന് തുറന്നിട്ട് പോലും ഇങ്ങനെ തിരിഞ്ഞാണ്. അതിൽ കൂടുതൽ ആള് വന്നിട്ട് കുട്ടികൾ ഇതൊക്കെ പോയിട്ട് കുടുങ്ങാണ് ആ കമ്പിക്കിടയിൽ. അപ്പോൾ നല്ലൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേമാതിരി ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കുള്ള ക്യൂ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവിടെ പോലീസുമാരതൊന്നും മാറ്റിത്തില്ല. അപ്പോൾ ഈ കുട്ടി ഛർദ്ദിച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം പറഞ്ഞാലോ കുഴപ്പമില്ല, ഇവിടെ ഇതിലെ കുട്ടികൾക്ക് വേറെ ക്യൂ ഉണ്ട്. നമ്മൾ ചോദിച്ചാലുള്ളൂ നമുക്കിത് പറഞ്ഞു തരുള്ളൂ, അല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഇതിലില്ല. അപ്പോൾ അരവണയൊക്കെ വാങ്ങിച്ചോ? നിലവിൽ ഇന്നൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അപ്പോൾ അരവണയൊക്കെ കിട്ടിയിട്ടുണ്ടോ? 10 വീതമുള്ള കിട്ടിയിട്ടുള്ളൂ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 10-30 ആവശ്യക്കാരായിരുന്നു. അപ്പോൾ 10 വീതമുള്ളത് കിട്ടിയിരുന്നു. അതിൽ കുറച്ച് വിഷമമുണ്ട്. അതൊക്കെയാണ് ക്രിസ്റ്റീന. ഇത്തരത്തിലുള്ള തിരക്ക് വർദ്ധിക്കുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവരെല്ലാം അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. 10 അരവണയാണെങ്കിൽ അതൊക്കെ വാങ്ങി അവർ മുന്നോട്ട് പോകാനുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണെങ്കിലും നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ മണ്ഡലപൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി. സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.